എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആർക്കോ വേണ്ടി നമ്മൾ ഉറക്കൊഴിക്കലോ പറയാറില്ലേ മലയാളത്തിൽ, ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ, ആർക്കോ വേണ്ടി ഉറക്കൊഴിക്കല നമ്മൾ. ഏതെങ്കിലും ആളുകൾ വന്ന് നമ്മുടെ സമയം കവരാനും നമ്മൾ ആത്മീകമായി ചൂഷണം ചെയ്യാനും ശ്രമിക്കുമ്പോൾ അതിന്റെ പിറകെ കൂടലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 ചങ്ങാതിമാര് മലപ്പുറത്ത് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വന്നു. റോഡ് ബ്ലോക്കായി. എന്ത് കാണാൻ? വലിയൊരു ഉസ്താദിന്റെ, വലിയൊരു സയ്യിദ് അവറുകളുടെ പ്രാർത്ഥനയിൽ ആമീൻ പറയാനാണോ ആള് വന്നേ? അല്ലല്ല, ഈ പോഴത്തക്കാരെ കാണാൻ, ഈ കുഞ്ഞാപ്പുകളെ കാണാൻ. എന്നിട്ട് ചെറിയ മക്കളൊക്കെ തോളിലേറ്റി പൊക്കി പിടിച്ച് കാണിച്ചു കൊടുക്കുക. കണ്ടോ കണ്ടോ എന്ന് വാപ്പ വളരെ ആർദ്രതയോടുകൂടെ ചോദിക്കുക. അപ്പൊ കുട്ടി കുറച്ചു നേരം കൂടി കാണട്ടെ എന്ന് പറയാ. അജറുല്ലസ്വന്ന് നോക്കിക്കല്ലേ, പുണ്യം കിട്ടും. സ്വന്തം അമ്മാന്റെ മുഖത്ത് നോക്കിയാൽ പുണ്യം കിട്ടും. സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി വെറുതെ ഇരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട, കൂലി കിട്ടും. അതിന് സൗകര്യമുണ്ടോ മക്കൾക്ക്? ഇല്ല. കുഞ്ഞാപ്പൂനെ കാണാൻ പോവാണ്. എന്നിട്ട് ദേശീയ ഗാനം പാടുക. അവരുടെ കൊമ്പങ്കാട് തറവാട്ടിലെ ദേശീയ ഗാനം. എന്തായാലും വരി കോയാക്കാന്റെ സൈന. ആരാ സൈന? ആരാ സൈന? ഞാൻ ആവർത്തിച്ച് പറയുന്നു, വ്യക്തിപരമായി നമുക്ക് ആരോടൊരു വിദ്വേഷമില്ല. എനിക്ക് മറുപടി പറഞ്ഞാലും വരും വേണ്ട. പറയുന്ന വ്യക്തികൾ തന്നെയും മറുപടിയുമായി ഇറങ്ങണ്ട. എനിക്കിതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി റോഡ് ബ്ലോക്കാക്കി വയസ്സായ ആളുകൾ കുട്ടികളെ പൊക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി ആരെയാണ് അനുകരിക്കേണ്ടത്? വാപ്പാനെ കോയെ കോയെ എന്ന് വിളിക്കുന്ന ചങ്ങാതിനെയാണോ അനുകരിക്കേണ്ടത്? അതോ വാപ്പാന്റെ കള്ളപ്പുതിയണ്ണിന് ജന്മദിനത്തിന് കേക്ക് വാങ്ങിക്കൊടുക്കാൻ സെലക്ട് ചെയ്യാൻ വാപ്പാന്റെ ഒപ്പം പോണ മോനെയാണോ? എന്തൊരു സൗഹൃദമല്ലേ മക്കളും വാപ്പിയും തമ്മിൽ. നമ്മൾ മുഅ്മിനീങ്ങളൊന്നും ആലോചിക്കണ്ടേ? എന്തിനാ നമ്മൾ ജീവിക്കണേ? ഇതിനാണോ?